കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന പോലീസ് മർദ്ദനങ്ങളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചെന്നും കേരളത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന് പോലും രക്ഷയില്ലെന്നും സതീശൻ പറഞ്ഞു. കെ.എസ്.യു നേതാക്കളെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കിയ ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ലെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഈ ഒരു സംസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ എത്ര ദയനീയമായ അധപ്പതനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് തൃശ്ശൂരിലെ സാധാരണക്കാരായ ഒരാളല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. അതായത് കവർച്ചാ സംഘമാണ് നേതൃത്വത്തിലുള്ളവർ, ജില്ലാ നേതൃത്വത്തിലുള്ളവർ. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു കൊള്ളക്കാരാണെന്നാണ് അതിൻ്റെ അർത്ഥം. ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കോടീശ്വരന്മാരായി മാറിയെന്നുള്ളതാണ്. എല്ലാവിധ കളങ്കിതമായ ഏർപ്പാടുകളിലും പങ്കാളികളാണ് ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഭരണം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനുമായിട്ട് പങ്കുവെച്ചു കൊടുത്തിരിക്കുകയാണ്. പോലീസ് ഭരണം അവരാണ്, SP വയ്ക്കുന്നത് അവരാണ്, SHOമാരെ വയ്ക്കുന്നത് അവരാണ്, എല്ലാത്തിലും കമ്മീഷനാണ്, സ്ഥലം നികത്തുന്നതിൽ കമ്മീഷനാണ്. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. കരുവന്നൂരിൽ 400 കോടി രൂപയിലധികമാണ് പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഓപ്പറേഷൻ നടത്താൻ പണമില്ലാതെ പൊട്ടിക്കരയാണ് പാവപ്പെട്ട ആളുകൾ. മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ചിരുന്ന പണമില്ല, തിരിച്ചില്ല. ഒരു വീട് വയ്ക്കാൻ വേണ്ടി, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പണം നിക്ഷേപിച്ച്, അതിൻ്റെയും പണമില്ല. ആ പണമെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുവരികയാണ് നേതാക്കന്മാർ, കൊള്ളയടിക്കുകയാണ്. എവിടെ പോയി ED അന്വേഷണം നടത്തിയിട്ട് കോംപ്രമൈസായി. ED ഇപ്പോൾ കഴുത്തിൽ പിടിമുറുക്കി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ്. ഓർമ്മയുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തി BJPക്ക് അനുകൂലമായി പ്രവർത്തിപ്പിച്ചു BJP നേതൃത്വം. കാരണം ഇവരെല്ലാം ഏറ്റവും വലിയ ഗുരുതരമായ അഴിമതി കേസുകളിലെ പ്രതികളായി, മണി ലോണ്ടറിങ് കേസുകളിൽ പ്രതികളാകേണ്ട ആളുകളാണ് ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. ഇത് തന്നെയാണ് മിക്കവാറും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. CPM കൊള്ളക്കാരുടെ കവർച്ചാ സംഘമായി CPM നേതൃത്വം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, DYFI ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. വ്യാപകമായി കസ്റ്റോഡിയൽ ടോർച്ചർ, കസ്റ്റോഡിയൽ മർദ്ദനങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. പാർട്ടി നേതാക്കന്മാരുടെ അഴിമതി പുറത്തു വരും എന്ന് ഭയപ്പെട്ട് DYFI നേതാവിനെ അഴിമതി കേസിൽ പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നു. കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. DYFI നേതാവിന് പോലും നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. ഒരു അഴിമതി പുറത്തു കൊണ്ടുവരും എന്ന് ഭയന്നപ്പോൾ നേതാക്കന്മാർ പരാതി കൊടുത്ത് ഈ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലിട്ട് മൃതപ്രായനാക്കി. 4 മാസത്തിനകം അതിൻ്റെ ക്ഷീണത്തിൽ അയാളും മരിച്ചു, അതിൻ്റെ ക്ഷതമേറ്റ് അയാളും മരിച്ചു. ഇന്നലെ KSU നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട്, കറുത്ത തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി. അവർ തീവ്രവാദികളാണോ, കൊടും കുറ്റവാളികളാണോ? എവിടേക്കാണ് പോലീസ് പോകുന്നത് കേരളത്തിൽ? അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട്. ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ്, പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് കള്ളക്കേസിൽ KSUക്കാരെ കുടുക്കി, വിദ്യാർത്ഥി നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും കൊണ്ടുവരുന്നത് പോലെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് കോടതി കൊണ്ട്. എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാകുന്നത്? രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കോ. പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു, ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു വയ്ക്കും. ചെവിയിൽ നുള്ളി വെച്ചോ. ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല, ഒറ്റൊരുത്തൻ കേരളത്തിൽ. ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. അത്രമാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത്. വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത്? എവിടെ മുഖ്യമന്ത്രി? എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തേ മൗനം പാലിക്കുന്നു? ഇയാൾ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തിയിരിക്കുകയാണ്. ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം. നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ, നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന്
ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ് ഈ വൃത്തികേടുകൾ നടന്നിരിക്കുന്നത്. നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിന്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത്. പോലീസുകാർക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. അത്തരം പോലീസുകാർ ചെവിയിൽ നുള്ളിക്കോളൂ. ഒരുത്തനും കാക്കിയിട്ട് നടക്കില്ല എന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ മൗനം ഭയം മൂലമാണെന്നും കേരളത്തിലെ പോലീസിനെ മുഖ്യമന്ത്രി തീവ്രവാദികളാക്കി മാറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. തൃശൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് പറയുന്ന ജില്ലാ നേതൃത്വം കവർച്ചക്കാരാണെന്ന്. അപ്പോൾ സംസ്ഥാന നേതൃത്വം കൊള്ളക്കാരാണ്. കളങ്കിതമായ എല്ലാ ഇടപാടുകളിലും CPIM നേതാക്കൾ പ്രതികളാകുന്നുവെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. അതേസമയം NM വിജയന്റെ കുടുംബത്തിന് നൽകേണ്ട സാമ്പത്തിക സഹായത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. വയനാട് ജില്ലാ കമ്മിറ്റിയും KPCCയും കുടുംബത്തിന് സഹായം നൽകിയിട്ടുണ്ടെന്നും കൂടുതൽ വിശേഷങ്ങൾ തനിക്കറിയില്ല എന്നുമായിരുന്നു വി ഡി സതീശന്റെ മറുപടി.